ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഈ ദിവസം ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാ വർഷവും ഞങ്ങൾ കൃത്യമായി ആഘോഷിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. എല്ലാവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളതാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് മക്കൾ വാങ്ങിച്ചു തരുന്ന പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ആദ്യം കേക്ക് മുറിക്കും. കേക്ക് എൻ്റെ മോളാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് കേക്കിൻ്റെ ബിസിനസ്സാണ്. കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കിട്ടതിന് ശേഷം അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാറാണ് പതിവ്. എല്ലാ വർഷവും എന്തെങ്കിലും വാങ്ങിത്തരും. ഈ വർഷം ഞങ്ങൾക്ക് അവർ എന്താണ് വാങ്ങിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. തന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എപ്പോഴും സർപ്രൈസാണ് അവർ ചെയ്യാറ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പെറ്റാണ്. അവന് ഞങ്ങൾ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോനും മോളും കൂടെ ഞങ്ങൾക്ക് തന്ന വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ്. വാച്ചാണ്. കാഷ്യയും ടൈറ്റൻ്റെയും വാച്ചാണ് ഞങ്ങൾക്ക് ഇത്തവണ ഒരു ഗിഫ്റ്റായി തന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവനെ ഞങ്ങൾ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചെയ്യുന്നത് കുമാരകോവിലിൽ പോകുന്നതാണ്. തമിഴ്നാട്ടിലെ അവിടെ പോയി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. വരാറാണ് പതിവ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ഫംഗ്ഷൻ. ഇന്ന് ഞങ്ങൾക്ക് ഓബൈ താമരയിലാണ് അവർ ബൊഫെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും എൻ്റെ മക്കളാണ് ചെയ്യാറ്. ഇപ്പം നമ്മൾ ഓബൈ താമരയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ നല്ല മനോഹരമായ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇത് ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവിടെ വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. സ്പൈസസ്, അതുപോലെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് അതിൻ്റെ ആഹോമാണ് ഓബൈ താമരയുടെ. പിന്നെ ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട്. നല്ല ഭയങ്കര രസമാണ്. ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്.
എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് റൈസാണ്. ഇത് വന്നിട്ട് പനീർ ബിരിയാണിയാണ്. ഇത് ഡാലാണ്. ഇത് പനീർ കൊണ്ടുള്ള ഡിഷാണ്. ഇത് എഗ്ഗ് പെരട്ടാണ്. പിന്നെ അതുപോലെ ഒത്തിരി ചിക്കൻ, പിന്നെ എന്താ പറയുക, നൂഡിൽസ്, ഒത്തിരി ഐറ്റംസ്, അങ്ങനെയുള്ള പലതരം ഡിഷസ് ഉണ്ട്. പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, ബ്രെഡുണ്ട്, പിന്നെ ലൈവ് ഫുഡുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. എന്താ പറയുക, മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബൊഫയ്ക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ടീ ഒന്നും ഉണ്ടാവാറില്ല. ഇവിടെ ടീ ഉണ്ട്, കോഫിയുണ്ട്, പിന്നെ സൂപ്പുണ്ട്, പിന്നെ ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ട്, ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഒത്തിരി 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 വെറൈറ്റീസ് ഓഫ് ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണവയാണ്. കണവ, കൊഞ്ച്, പിന്നെ മട്ടൻ, പിന്നെ കേക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം, പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസൊക്കെ ഉണ്ട്. പിന്നെ സാലഡുകളുണ്ട്. ചമ്മന്തി തന്നെ ഒത്തിരി ഐറ്റം വെറൈറ്റീസിൽ ചമ്മന്തിയുണ്ട്. പിന്നെ പുതിന ചമ്മന്തിയുണ്ട്, മല്ലിയില ചമ്മന്തിയുണ്ട്, സാദാ ചമ്മന്തിയുണ്ട്. അങ്ങനെ ഓരോരോ ഭയങ്കര. പിന്നെ മഷ്റൂമുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് നല്ല ഇഷ്ടം പോലെ കഴിക്കാം. പിന്നെ കേഡ് റൈസുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഷസുകളുണ്ട്. ഞങ്ങൾ ഓരോന്ന് വീതം എടുത്ത് കഴിക്കുകയാണ്. പപ്പടം, സ്നാക്സ്, ഫ്രൂട്ട്സൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പായസമുണ്ട്, കേക്കിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട്, എന്താ പറയുക, ഏറെക്കുറെ എല്ലാ ഐറ്റംസും കഴിച്ചു. വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. സൂപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മനോഹരമായ, നല്ല എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായ ഒരു ദിവസമാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. എല്ലാ വർഷവും ഞങ്ങൾ ഭംഗിയായി ആഘോഷിക്കാറുണ്ട്. ഇതുപോലെ ഏതെങ്കിലും വെറൈറ്റി സ്ഥലങ്ങളിലേക്ക് പോവും. പിന്നെ ഇതവിടുത്തെ സ്വിമ്മിങ് പൂളാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്.